ഞങ്ങൾ എന്ത് കഴിക്കണം, ഏത് ഡ്രസ് ഇടണം, എവിടെ പോകണം, ഇങ്ങനെ തുടങ്ങിയ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കും. അതെ ഗൈസ്, നമ്മള് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ ചാലഞ്ച് ചെയ്യാൻ പോവാന്ന്. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കാന്ന് ഞങ്ങൾ കമന്റ്സ് കണ്ടു. അതെ, എല്ലാരും നേരത്തെ കേട്ടിട്ട് പോളിന് വേണ്ടി റെഡി ആയിരിക്കാന്നുള്ള ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഗൈസ്. അതെ, ഞങ്ങൾ റെഡിയാണ്. ഇപ്പൊ 9:55 ആയിട്ടുണ്ട് സമയം. നമ്മൾ 10 മണിക്കാണ് പോൾ ഇടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പോൾ ഇടാൻ പോവാണ് ഗൈസ്. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിട്ട് പുട്ടും കടലയും, ദോശ ചട്നി, പിന്നെ മാഗി, മാഗി, ബ്രെഡ് ടോസ്റ്റ്, ഇഷ്ടമല്ലോ. അല്ല, ഒരു പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ നിങ്ങൾ പറയുന്നത് എന്താണോ അതായിരിക്കും നമ്മൾ കഴിക്കുക. അപ്പൊ ഫസ്റ്റ് പുട്ട്, കടല, ഉപ്മാ, മാഗി. ഇനി എന്താ ഓപ്ഷൻ? ബ്രെഡ് ടോസ്റ്റ്, പിന്നെ ദോശ ചട്നി. അയ്യോ, ഇനി ഒരു ഓപ്ഷൻ കൂടെ ഇല്ലേ? ഇല്ല, മാഗി. ഒരു വെറൈറ്റി. അപ്പൊ ഇപ്പൊ നമ്മൾ ആക്കിയിരിക്കുന്നത് പുട്ട്, കടല, ഉപ്പുമാവ്, മാഗി, ബ്രെഡ് ടോസ്റ്റ്. ബ്രെഡ് ടോസ്റ്റിന് കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യണോ? കോഫി ആഡ് ചെയ്യണല്ലോ, അത് നമുക്ക് കൂടെ എടുത്തൂടെ? അല്ല, അങ്ങനെ എടുക്കാൻ പറ്റൂ? ഇല്ല, ടീ കോഫി വേറെ പോളാം. ടീ കോഫി വേറെ പോളാണോ? അപ്പൊ നമ്മള് ഫസ്റ്റ് പോള് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പോസ്റ്റ് ചെയ്യട്ടെ? അതാണ് എന്റെ മനസ്സിൽ. നിങ്ങളെല്ലാം പറയാൻ ഞാൻ നോക്കട്ടെ. അതെ, അല്ല, പക്ഷെ ഉപ്പുമാവൊന്നും വേണ്ടില്ല ചിന്തിക്കും തോന്നി. ഞങ്ങൾ അറിയും നിങ്ങൾ എന്തൊക്കെ പറയും, ഞങ്ങൾ നോക്കട്ടെ. ഇപ്പൊ പോൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ പോളില് ഇപ്പൊ തന്നെ ആരൊക്കെ ഓൺലൈൻ ഉണ്ട് നമുക്ക് നോക്കാം. അല്ല, എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മള് മാഗി പറയുന്നു. അതെ, മാഗി നമുക്ക് ഇഷ്ടമാണ്, വേഗം ആക്കും ചെയ്യാന്നൊക്കെയുള്ള മൈൻഡില്. ഗൈസ്, 86% പുട്ടും കടലയും ലീഡ് ചെയ്തോണ്ടിരിക്കാണ്. ഉപ്പുമാവിന് 3%, മാഗിക്ക് 6%, ബ്രെഡ് ടോസ്റ്റിന് 6%. 1.5K വോട്ട്സ് ആണ് ഇപ്പൊ ഇതുവരെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞങ്ങൾ നല്ല നാടൻ ഭക്ഷണം കഴിക്കുന്നതാണ്. വരുന്നുണ്ട്. പുട്ട്, കടല, ബ്രെഡ് ടോസ്റ്റ് വരുന്നുണ്ട്. പുട്ട്, കടല, കമലയോ മാഗി. ഓക്കെ ഓക്കെ, അപ്പൊ പുട്ട് കടലയാണ് ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് വിശന്നിട്ട് എന്തായാലും ഒരു അരമണിക്കൂർ നോക്കാം. ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ല, അപ്പോഴത്തേക്കും നമുക്ക് എന്താ കുടിക്കേണ്ടതുള്ള അതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഇടാം. അല്ല, ഇപ്പൊ തന്നെ വോട്ട് രണ്ടും ഒരുമിച്ചല്ല. അപ്പൊ ഇപ്പൊ തന്നെ വോട്ട്. ചായ ആണോ കുടിക്കേണ്ടത്, കോഫിയാണോ കുടിക്കേണ്ടത് ആദ്യം അറിയണം. എനിക്ക് ചായ ഇഷ്ടമാണ്, കോഫി ഇഷ്ടമാണ്. കുറച്ചുകൂടെ കൂടുതൽ കോഫിയാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി കൂടുതൽ ചായ, പുട്ടും കടല. ഇവിടെ മെജോറിറ്റി കോഫിയാണ്, കാര്യം ഞാൻ ചായ കുടിക്കാറില്ല. നോക്കട്ടെ ഗൈസ്, ഇപ്പൊ പുട്ടുകടല 88 ആയിട്ട് ഉപ്പുമാവ് 2% ചുരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പൊ ഇപ്പൊ അത് 88 ആയിട്ട്. പിന്നെ ബ്രെഡ് ടോസ്റ്റ് 5%, മാഗി 4%. 7 മിനിറ്റിനുള്ളിൽ 4.2K വോട്ട്സ് ആണ് ഗൈസ് വന്നിട്ടുള്ളത്. അതിൽ പുട്ടും കടല ഉയർന്ന ലീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കുടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പോൾ ഇടാൻ പോവാണ്. ഞാൻ ഇമേജ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ടീ, ഇത് കോഫി, ഇത് ലൈമ്, ഇത് മിൽക്ക്. ഇടാ നല്ല ലുക്കിൽ ഇട്ടിരിക്കുന്നു ശ്രീ. അതാവുമ്പോ കോഫി സെലക്ട് ചെയ്യുമല്ലോ. മനസ്സിലാവും. കോഫി ഞാൻ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പുമാവ് കയറാൻ പാടില്ല. ഉപ്പുമാവ് കേറൂല, എത്ര ശ്രമിച്ചാലും. ഞാൻ മാഗി അറിയാതെ തൊട്ട് നോക്കിയത്. ഈ പുട്ടും കടലേനെ തട്ട് കാണുക തന്നെ ഇരിക്കും. എല്ലാരും പുട്ടും കടലയും ഫാൻസ് ആണ്. അതെ, ഞങ്ങൾ എന്ത് ഡ്രിങ്ക് ആണ് കുടിക്കേണ്ടത് അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യാം. അതിലിനി എന്തിനാ വരിക നോക്കാം നമുക്ക്. ഇതുവരെ ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുട്ടിന്റെയും കടലിന്റെയും കൂടെ മാച്ച് ആവുന്ന ഒരു ഡ്രിങ്ക് ആ രീതിയിൽ കിട്ടുമെന്നുള്ള നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു അതിന് പുട്ടും കടലും ജയിച്ചില്ല, അരമണിക്കൂർ കഴിയണ്ടേ. പുട്ടും കടലിന് ആർക്കും പറ്റുന്നില്ല. എത്ര കമന്റ്സ് ആണെന്നറിയോ? പുട്ട് കടല പറഞ്ഞിട്ട് പുട്ടും കടല. എപ്പോഴാണ് എടുത്ത പോള്? നമ്മളിപ്പോ തന്നെ ഇട്ടിട്ടുണ്ട്. 7K വോട്ട്സ് ആയിട്ടുണ്ട്. ഇത് മൊത്തം ഇപ്പൊ 89%-ലാണ് പുട്ടും കടല. ഉപ്പുമാവ് പിന്നെ 2 തന്നെ നിലനിൽക്കാണ്. മാഗി 4, ബ്രെഡ് ടോസ്റ്റ് 4. അത് കുറഞ്ഞിരിക്കുകയാണ്. അതെ അതെ, അരമണിക്കൂറിന് ഞാൻ അടുത്ത പോൾ നിന്റെ പോൾ ഇട്ടെ. ഞാൻ എന്തായാലും കോഫിക്ക് വോട്ട്. കോഫിക്ക് 52% ഗൈസ് വോട്ട് നിൽക്കുന്നത്. 391 വോട്ട്സ് ആണ് ഇതുവരെ വന്നത്. 71% കോഫി. അതെ, ഷാമിന്റെ ടീ 26%-ലാണ് നിൽക്കുന്നത്. നല്ല വിഷമമുണ്ട് ഗൈസ്. എനിക്ക് ഇതിന്റെ കൂടെ ടീ കുടിക്കാൻ ഭയങ്കര ആഗ്രഹം ഞാൻ കോഫിക്ക്. ഞങ്ങൾ തമ്മിൽ തന്നെ ഇവിടെ അടിയാ. അപ്പൊ ഞാൻ എന്തായാലും കോഫിക്ക് വോട്ട് ചെയ്യട്ടെ. അവിടെ ഒരു ലോഡ് വോട്ട് വന്നോണ്ടിരിക്കില്ലേ? നോക്കാം. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇവിടുന്ന് ടീക്ക് വോട്ടേച്ചു, ഞാൻ അവനെ കൊണ്ടുവന്ന് കോഫിക്ക് വോട്ടേക്കും. എല്ലാരെ കൊണ്ട് ഞാൻ
കോഫി വോട്ട്. ഗൈസ് ഇപ്പൊ നമ്മള് ഡ്രിങ്കിന്റെ പോൾ ഇട്ടിട്ട് 6 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ 2700 വോട്ട് വന്നിട്ടുണ്ട്. 9% പോയിരിക്കുകയാണ്. കോഫി 82% ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. കമന്റ്സ് മൊത്തം കോഫിയാണ് ഗൈസ്. അതിന് ഞാനൊരു കമന്റ് കണ്ടു. ഇത് കണ്ടോ ഗൈസ്, സഞ്ജു ചേച്ചി ടീ കുടിക്കില്ലല്ലോ അതുകൊണ്ട് കോഫി. സന്തോഷമായി. പിന്നെ നമ്മൾ മറ്റേ പോൾ ഇട്ടിട്ട് 17 മിനിറ്റ് ആണ് കേട്ടോ ആയത്. ഇപ്പൊ 7500 വോട്ടാണ് വന്നിട്ടുള്ളത്. അതില് പുട്ടും കടലയും വിജയിച്ചതായി വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പ്രഖ്യാപിക്കാം. കാരണം 88% ഇപ്പൊ തന്നെ പുട്ടിനും കടലയ്ക്കും വോട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്ത് നോക്കുമ്പോ 13 മിനിറ്റ് ആയി നമ്മൾ പോസ്റ്റ് ഇട്ടിട്ട് 5300 വോട്ടില് 82% കോഫി, ടീ 8%. നേരത്തെ 9%, ഇപ്പൊ 8%. എല്ലാം ചുരുങ്ങി വരാം. പക്ഷെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ അനക്ക് കോഫി കുടിക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ തന്റെ ഒരു ആഗ്രഹം അവർക്ക് മനസ്സിലായി. അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് സാരമില്ല. സമയം അരമണിക്കൂറായിരിക്കാണ്. അപ്പൊ നമ്മളെ റിസൾട്ട് പറയാനുള്ള സമയമായിരിക്കും. നമ്മൾ ഇട്ടത് ബ്രേക്ക്ഫാസ്റ്റിന്റെ പോളായിരുന്നു. പുട്ട് ആൻഡ് കടലയാണ് ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത്. 88%. ഞങ്ങൾ ആഗ്രഹം പോലെ തന്നെ 88% പുട്ട് കടലി. അത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. കാര്യം നമ്മൾ 10 മണിക്കാണ് നമ്മൾ പോളിട്ടത്. ഇപ്പൊ 10:35 ആയിട്ടുണ്ട്. അതെ, ഞങ്ങൾക്ക് വിശന്നിട്ട് ചാവാറായിട്ടുണ്ട് ഗൈസ്. പിന്നെ ഡ്രിങ്കിൽ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത് കോഫിയാണ്. 82% ഗൈസ് കോഫി. കോഫി വിജയിച്ചിരിക്കുന്നത്. ചെറിയൊരു വിഷമുണ്ട്. പക്ഷെ ഇപ്പത്തോളം ആഗ്രഹം കൊണ്ടാണ് നമുക്ക് ചായ എന്നുള്ളത്. കോഫിയും കുടിക്കും. അതെ, കോഫിയും കുടിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും 2 വോട്ട് നമ്മൾ ക്ലോസ് ചെയ്യാണ്. അതെ, ഒരുപാട് കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. കോഫി 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 എന്ന് പറഞ്ഞിട്ട്. ഇതാ കണ്ടോ, ഫുള്ള് കോഫി ആൻഡ് പുട്ട്. എന്താ കോംബോ എന്നൊക്കെ വന്നിട്ടുണ്ട്. കോഫി എല്ലാരും കോഫി ലവേഴ്സ് കുറെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ അതെ. ഇതിന്റെ വീഡിയോ വേഗം വേണം, വേഗം തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെന്താ, ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിക്ക്. ഇനി ബാക്കിയുള്ള ആരും ഇല്ല ഇവിടെ. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. പുട്ടും കടലയും കോഫിയുമാണ്. 1 തരം 2 തരം 3 തരം. ഗൈസ്, അഞ്ചി ഇവിടെ നമുക്ക് വേണ്ടിട്ട് കോഫി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. കൂടി നിങ്ങൾ പറഞ്ഞ കോഫി റെഡിയാക്കാണ്. ഇവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, ചായ വരൂ ചായ വരൂ. ഇപ്പൊ ടെൻഷൻ മാറി. പറ്റില്ല. ഞാൻ വിചാരിച്ചു വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പോളിട്ട് പറഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കേണ്ടി വരുമെന്ന് വരും. പക്ഷെ എന്റെ മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ പോളിട്ട്. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അഞ്ചിന് ചായ കുടിച്ച് കാണാൻ. ഞങ്ങളെ കൂട്ടത്തിൽ നല്ല അടിപൊളി കോഫി ഉണ്ടാക്കുന്നത് അഞ്ചു നടക്കും. പക്ഷെ ഇവിടെ ഇൻസ്റ്റന്റ് കോഫി പൊടി ഇല്ല. അപ്പൊ ഗൈസ്, നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ പറഞ്ഞ പുട്ടും കടലയാണ് നല്ല അടിപൊളി കോഫി ഉണ്ട്. ഇത് ഇന്ത്യ ശ്രീന്റെയും എന്താ പറയാ ഫുള്ളി ആഗ്രഹത്തിൽപ്പെട്ട സാധനങ്ങളായിരുന്നു. ഷാമിക്ക് ചെറിയൊരു ഡിഫറൻസ്. അല്ല, കുഴപ്പമില്ല. കോഫി ആണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പുട്ടും കടലും നിങ്ങളിത് സെലക്ട് ചെയ്തത് നല്ല സ്മെല്ലുള്ള നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും അങ്ങനെ തോന്നുക. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊറേ നേരമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പൊ സമയം 11:30 ഗൈസ്. നമ്മൾ 10 മണിക്ക് പോളിട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഏതാ ലീഡ് ചെയ്യാതെ. പക്ഷെ തുടക്കത്തിൽ തന്നെ ഏകദേശം നമുക്ക് ഉറപ്പായിരുന്നു പുട്ടും കടലയും കൊണ്ടുപോകുന്നു. അതെ, പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ച് വന്നാലും ഞാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. നിങ്ങൾ പറഞ്ഞ കോഫി കൂടി ചങ്കൊക്കെ ചാവും. അങ്ങോട്ട് ഞാൻ ബാഗ് കൊടുത്തത്. എന്തൊരു ആശ്വാസം. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഏത് കളർ ഡ്രസ് ആണ് എന്നുള്ളതാണ് ഇനി അടുത്ത കോള് വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യാം. നമ്മളിനി ഓരോരുത്തരും ഏത് കളർ ഡ്രസ് ഇടണ്ടെന്നാണ് നമ്മൾ പോൾ ഇടാൻ പോകുന്നത്. മിക്കവാറും തോന്നുന്നത് ശ്രീക്ക് പിങ്കോ പർപ്പിളോ കളർ. ഫസ്റ്റ് നമുക്ക് 5ന്റെ ഇടാം. നമുക്ക് 5 ഏത് കളർ ഡ്രസ് ഇടണമെന്ന് ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ ഗ്രീൻ കളറ്, പിന്നെ ബ്ലാക്ക്, പിങ്ക്, ബ്ലൂ, പിങ്ക്, പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ. 4 ഓപ്ഷൻസ് ആണ് ഗൈസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ ഏത് കളർ ഡ്രസ് പറയുന്നോ അത് ഞാൻ ഇട്ടിട്ടായിരിക്കും ഇനി മുതൽ ഇവിടെ നിൽക്കാം. 5ക്ക് പിങ്ക് ആയിരിക്കും. 5ക്ക് പിങ്ക് ആയിരിക്കും കാണിക്കും. കാര്യം ഇത് നോക്ക്, ഇതില് 4 എണ്ണത്തിൽ എനിക്ക് തോന്നുന്നു പിങ്കിനാണ് വോട്ട് കൂടാൻ ചാൻസ്.
ഓക്കെ ഇതിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളത് ഇടൂലേ? ഇപ്പൊ തന്നെ ഇടും. Guys, നേരത്തെ നമ്മൾ ഇട്ടിട്ടുള്ള ആ പോളുകൾക്കൊക്കെ 24,000 വോട്ട്സ് ആണ് വന്നിട്ടുള്ളത്. കോഫിക്ക് പിന്നെ ഇത് കണ്ടോ, കോഫിക്ക് കണ്ടോ 24,000 വോട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് 23,000 വന്നിട്ടുണ്ട്. അത് 1 മണിക്കൂറുണ്ട്. ഒരു മണിക്കൂറോട് 24,000 വോട്ടാണ് അപ്പൊ വന്നിട്ടുള്ളത്. അതെ, ഞാൻ നോക്കട്ടെ ഗൈസ് എന്തൊക്കെയാ വന്നിട്ടുള്ളത്. അതോ 5 ഏത് കളർ ഡ്രസ് ഇടണം. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലാക്കില് നോക്കി നോക്കാം. ബ്ലാക്ക് 73%. എനിക്ക് വന്ന് ഞാൻ മിക്കതും ബ്ലാക്ക് ഇട്ട് കാണുന്നത് കൊണ്ട് എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാന്ന് വിചാരിച്ചിട്ടാണ് അത് സെലക്ട് ചെയ്തതാ തോന്നുന്നത്. 1 മിനിറ്റ് ആയിട്ടുള്ളൂ. 1 മിനിറ്റ് ആയിട്ടുള്ളൂ. ബ്ലാക്കിന് 73%, പിങ്കിന് 13% ഉണ്ട്. അപ്പം മറ്റേനെക്കാട്ടും അപേക്ഷിച്ചിട്ട് പിങ്ക് ചിലപ്പോ മുന്നേറി വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നോക്കാം. ഇനി അടുത്ത ഷാമിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഷാമിക്ക് ഉള്ളത് ഇതാ ബ്ലാക്ക്, വൈറ്റ്, പിങ്ക്, പൗഡർ ബ്ലൂ ആണ്. ഇത്രയും ഓപ്ഷൻസ് ഉള്ളത്. ഇതില് വൈറ്റ് കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾ പറയുന്ന ഏതാണോ അതെന്തായാലും ഇട്ടാ പറ്റുള്ളൂ. 2 മിനിറ്റ് ആവുമ്പോഴേക്ക് ഇതാ 78%, 73-ൽ നിന്ന് 78% ബ്ലാക്ക് മാറിയിട്ടുണ്ട്. പിങ്ക് 12%, ബ്ലൂ 3%, ഗ്രീൻ 7%. നമുക്ക് കമന്റ്സ് നോക്കട്ടോ. ബ്ലാക്ക് മതി 5 ചേച്ചിക്ക് അത് നന്നായിരിക്കും. പിങ്ക് ബ്ലാക്ക്, പിങ്ക് ബ്ലാക്ക്, പിങ്ക് ഓർ ബ്ലാക്ക് പിങ്ക്, അങ്ങനെ കുറെ കമന്റ്സ്. അത് രണ്ടും ആട്ടോ കൂടുതൽ വരുന്നത്. അപ്പൊ ഷാമിന്റെ അടുത്ത് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഷാമിക്ക് ഇതാ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്. പോസ്റ്റ് ചെയ്യാം. ഞാൻ ബ്ലാക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷാമിക്ക് ഞാൻ ബ്ലൂ വോട്ട് ചെയ്യും. എനിക്ക് 5 പിങ്ക് ഇടണമെന്ന്, ഇവള് പൗഡർ ബ്ലൂ ഇടണമെന്നു. ഞാൻ എനിക്ക് വൈറ്റ് അല്ല, എനിക്ക് പിങ്ക് മതി. 2 പിങ്ക്. 2 പിങ്ക്. ഷാമിനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ എന്റെ നോക്കുക, ഈ എന്റെ നോക്കുക. ഞാൻ എന്റെ പോസ്റ്റ് ചെയ്യട്ടെ. ഷാമിന്റെ ഒപ്പം ഇട്ടിട്ടുള്ള കേസ് പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എന്തെന്ന് വെച്ചാൽ എനിക്ക് ഷാമി ബ്ലൂ ഇടണം, എനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ബ്ലൂ കൊടുത്തു. പക്ഷെ ഷാമിക്ക് ബ്ലാക്ക് 35%, വൈറ്റ് 15%, പിങ്ക് 44, ബ്ലൂ 6. ഇത് ഏത് വേണമെങ്കിലും ആവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഞാൻ ബ്ലൂവിനാട്ടോ വോട്ട് ചെയ്തത്. ബ്ലൂവിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ശ്രീന്റെ ഇടാം. അടുത്തത് ഇന്റേതാണ് ഗൈസ്. ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, മെറൂൺ ഉണ്ട്, പർപ്പിൾ ഉണ്ട്. ഇതിൽ മിക്കവാറും പർപ്പിൾ ഇഷ്ടമുള്ളത് അതാന്നുള്ളതുകൊണ്ട് എല്ലാവരും അതായിരിക്കും ചൂസ് ചെയ്യാം. അപ്പൊ ഗൈസ് നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാനും പർപ്പിളിന് കൊടുക്കാം. ഞാനിത് പിങ്ക് ആണെന്ന് തോന്നി. എനിക്ക് 84% പിങ്കിനാ വോട്ട് വന്നത്. നമ്മള് പറഞ്ഞത് ബ്ലൂ, നമ്മൾ രണ്ടാളും മാത്രം വോട്ട് ചെയ്തുള്ളൂ തോന്നുന്നു കേട്ടോ. 84% പിങ്ക്, 2% ബ്ലൂ, വൈറ്റ് 5, ബ്ലാക്ക് 9 ഉള്ളൂ. കമന്റ്സിൽ ഇതിന്റെ വീഡിയോ ഷാമി പിങ്ക് ഡ്രസ്, പിങ്ക് ഡ്രസ്, പിങ്ക്. എനിക്ക് പിങ്ക് എത്ര ആഗ്രഹം ഉണ്ടോ. ഞാൻ ഡ്രസ്സാണ് രസം. അത് ഓരിട്ട് കാണാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. നമ്മള് പർപ്പിൾ എന്ന് പറഞ്ഞ സമയത്ത് പർപ്പിള് 31%, മെറൂണ് 59% കിടക്കുന്നത്. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിരിക്കേണ്ടി വരുമ്പോ ഇതില് മെറൂൺ ആണ് കൂടുതൽ വോട്ട് നിൽക്കുന്നത്. ഇതിലെ വിചാരിച്ചതിൽ ഭയങ്കര ഡിഫറെന്റ് ആയല്ലോ. മെറൂണ് 63%, പർപ്പിൾ 29 ഉള്ളൂ. ഞങ്ങൾ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. 1K വോട്ട്സ് വന്നതിൽ മെറൂൺ ആണ് കൂടുതൽ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ ഈ ലൈറ്റ് ബ്ലൂ, അതല്ലെങ്കിൽ ഈ പർപ്പിൾ ആവും. കമന്റ്സിലുണ്ട് മെറൂൺ എന്ന് കമന്റ് ഇടുന്നവർ ആരൊക്കെ മെറൂൺ 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 മെറൂൺ. എനിക്ക് ഇന്നിപ്പോ ഞാൻ 5 ബ്ലാക്കും, ഞാൻ പിങ്കും, ശ്രീ മെറൂണും. അതായിരിക്കും എന്തായാലും മാറാൻ പോണില്ല. ഞാൻ ബ്ലാക്ക് തന്നെ ആയിരിക്കും. ഇന്റത് കേസ് ഇതുണ്ടോ, ബ്ലാക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. 84% ആണ് ബ്ലാക്കില്. ബാക്കിയൊക്കെ വളരെ കുറഞ്ഞ ശതമാനത്തിലാട്ടോ. ഗൈസ് ഇപ്പൊ 12:42 നമ്മൾ പോൾ ഇട്ടിട്ട് ഏകദേശം 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ റിസൾട്ട് എന്താണെന്ന് വെച്ചാല് ഞാൻ മെറൂണ് 13,000 വോട്ടാണ് വന്നത്. ഞങ്ങൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത. ഇത് തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്ക് മെറൂൺ കളറാണ് എല്ലാരും ചൂസ് ചെയ്തത്. പിന്നെ ഷാമിനെ നോക്കുകയാണെങ്കിൽ ഞാൻ പിങ്കിനായിരുന്നു വോട്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ വിജയിച്ചു നിൽക്കുന്നത് പിങ്ക് തന്നെയാണ് ഗൈസ്. പിന്നെ വരുന്നത് 5-ന് 14,000 വോട്ടാ വന്നത്. അതില് 5 ബ്ലാക്ക് 83% വോട്ടാണ്. 14,000 നമുക്ക് കിട്ടിയത്. 14,000 15,000. 15,000 അതിപ്പോ പിന്നെ അപ്ഡേറ്റ് ആവും. 15,000 13,000 അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാരുകൾ വോട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് ബ്ലാക്കും മെറൂണും പിങ്ക് ഒക്കെ ഡ്രസ് ഇടാൻ പോവാണ്. ഞാൻ മെറൂൺ ഡ്രസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും ഈ പിങ്കും ഈ ബ്ലാക്കും പോയിട്ട് വരണം. ഓക്കെ, അപ്പൊ ഞങ്ങൾ മാറ്റിട്ട് വരാം.
ഗൈസ് നിങ്ങൾ എന്നോട് ഇടാൻ പറഞ്ഞ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരുന്നു. അപ്പൊ ഞാൻ അത് കംപ്ലീറ്റ് ബ്ലാക്കിലോട്ട് മാറിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞത് പിങ്ക് ആയിരുന്നു. അപ്പൊ ഞാൻ പിങ്ക് ഷർട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞടുത്ത് മെറൂൺ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെറൂൺ ഡ്രസ്സാണ് ഇട്ട് വന്നത്. അപ്പൊ എനിക്ക് മാറ്റേണ്ട ആവശ്യമില്ല, ഞാൻ അതേ മെറൂൺ ഡ്രസ്സിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്ക് വേണ്ടി നിങ്ങൾ ചൂസ് ചെയ്ത സെയിം കളേഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ സമയം 1 മണിയാവാനായി. അതെ. 12:59. അപ്പൊ ഇനി നമുക്ക് ലഞ്ചിന്റെ ടൈമാണ്. ഇനി നമുക്ക് ലഞ്ചിന്റെ പോളിട്ടാനോ? ലഞ്ചിന് പോളിടാം. അപ്പൊ ലഞ്ചിന് ഞങ്ങൾ എന്താ കഴിക്കുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഉച്ചക്ക് ഞങ്ങൾ എന്ത് കഴിക്കണം? അയ്യോ, കഴിക്കണം എന്നല്ല, കഴിക്കണം. നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. ബിരിയാണി, മന്തി, മീൽസ്, പച്ചവെള്ളം. പച്ചവെള്ളം ആരും സെലക്ട് ചെയ്യൂല. പച്ചവെള്ളം സെലക്ട് ചെയ്യുന്ന കമന്റ്സിലുണ്ട്. ഇപ്പൊ നിങ്ങൾ നല്ലോണം കഴിച്ചോ, കുറച്ച് കഴിഞ്ഞിട്ട് നല്ല പണി തരാം. അപ്പൊ ഇതില് പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. 3 ഗ്ലാസ് റെഡി ആക്കി. ഓക്കെ, പോസ്റ്റ് ചെയ്യട്ടെ. തുടക്കത്തിലുള്ള ഒരു ഫ്ലോക്ക് പച്ചവെള്ളം ഞാൻ കൊടുക്കാം, ബിരിയാണി കൊടുക്കട്ടെ. ഓക്കെ, പോസ്റ്റ് ഇവർക്ക് 3 പേർക്ക്, ഇവർക്ക് 2 പേർക്കും ബിരിയാണി കഴിക്കണമെന്നാണ്. നിനക്കെന്താ മീൽസാ? എനിക്ക് മീൽസോ ബിരിയാണിയോ? ഞാൻ ബിരിയാണിക്ക് വോട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. മന്തിക്ക് 38. ഇത് പണി കിട്ടും. 3 ഗ്ലാസ് ഞാൻ ചെയ്തതാണ്. മന്തി 58%, ബിരിയാണി 21%, പച്ചവെള്ളം 12, മീൽസ് 9. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓ സമാധാനം. 8 മിനിറ്റ് ആയി പോസ്റ്റ് ഇട്ടിട്ട് ഇതുവരെ നമ്മള് നോക്കിയില്ല. നോക്കി പച്ചവെള്ളം കിട്ടുമോ? മാറി മറിഞ്ഞൂന്ന്. ഞാൻ ബിരിയാണിക്ക് ഓപ്ഷൻ കൊടുക്കാണേ. 10 മിനിറ്റ് ആയി. മന്തി 79%. 79% മന്തി, 11% ബിരിയാണി, 5% മീൽസ്, 5%. 4.1k വോട്ട്സ് ആണ് ഗൈസ് മൊത്തത്തില്. അതിലാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ വോട്ട് വന്നിട്ടുള്ളത്. ഒരുപാടുണ്ട്. കമന്റ്സ് മൊത്തം മന്തിയാണ് കേട്ടോ. മന്തി ലവ് ഒക്കെ ആണ്. മന്തി കഴിക്കണേ പൽമാസേ വരട്ടോ. ആ മന്തി കഴിക്കണമെങ്കിൽ കമന്റ്സ് മൊത്തം മന്തിയാണ് ഗൈസ്. മന്തി ലവ്, മന്തി 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 എല്ലായിടത്തും മന്തിയാണ്. ഞാൻ ഇവിടെ ഒരു കമന്റ് കണ്ടീനല്ലോ, പച്ചവെള്ളം വരെ ഇട്ടിട്ടുണ്ട്, പക്ഷെ മന്തിയാണ് സെറ്റ്. ഓക്കെ, 2ാമത്തെ വോട്ട് ഞാൻ ചെയ്തു മന്തി. ഉച്ചത്തെ പോൾ വരുന്നവരെ ഫോൺ എടുത്ത് വെച്ച് കാത്തിരുന്നു. അയ്യോ വേറെ പൽമാസ സ്പെഷ്യൽ മന്തി മന്തി അല്ലാതെ വേറെ എന്ത് പറയാന്ന്. അപ്പൊ അത്രയും മന്തി ഫാൻസ് ഉണ്ട് ഗൈസ്. താങ്ക് യു ഗൈസ്. പച്ചവെള്ളം അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മന്തി സെലക്ട് ചെയ്തത് താങ്ക് യു. അതെ, പിന്നെ നമുക്ക് ഡ്രസ് ഇട്ടതിന്റെ ഫോട്ടോ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വീഡിയോ കാണുമ്പോൾ ഒരു സസ്പെൻസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഫോട്ടോ ഇടാത്ത കേട്ടോ. മന്തി ഒക്കെ ഏകദേശം ഉറപ്പായി. ഇനിയിപ്പോ അത് എനിക്ക് തോന്നുന്നു ബിരിയാണിയിലേക്കാണ് മാറുകയാണെങ്കിൽ മാറുക. പക്ഷെ ഈ വോട്ട് കണ്ടിട്ട് ബിരിയാണി വഴിയില്ല. ഒരു 1:45 വരെ വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ ലഞ്ചിന് എന്ത് ഡ്രിങ്ക് വേണം എന്നുള്ളതാണ്. വെള്ളം പച്ചവെള്ളെങ്കിലും കഴിക്കണം. അതെ, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. കട്ടൻ, ലൈമ്, മിൽക്ക്, പച്ചവെള്ളം. മിൽക്ക് ആണെങ്കിൽ നല്ല പണിയാണ്, പച്ചവെള്ളം കുഴപ്പമില്ല. ലൈമും കട്ടനും ആണെങ്കിൽ ആഹാ അടിപൊളി. അപ്പൊ പോസ്റ്റ് ചെയ്യട്ടെ, നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ വോട്ട് ചെയ്തോളൂ. മറ്റേത് മന്തിക്ക് തന്നെയാട്ടോ വോട്ട് കയറി നിൽക്കുന്നത്. 12k വോട്ടില് മന്തി 79%ലാണ് മന്തി ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ എന്തായി എന്ന് നോക്കാൻ വേണ്ടി റിസൾട്ട് നോക്കാൻ വേണ്ടി പോയി. ഇതുവരെ ഞങ്ങൾ എടുത്ത് നോക്കിയില്ലട്ടെ. ഞങ്ങൾ ഇങ്ങനെ ആ ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങള് കട്ടന് വോട്ട് ചെയ്തു. ഞങ്ങള് കട്ടനാണ് വോട്ട് ചെയ്തത്. ലൈമ് 84% ലൈമിനാണ് വോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ മന്തി ലൈം കോംബോ ആണ് ഇന്ന് നമ്മൾ ലഞ്ചായിട്ട് കഴിക്കാൻ പോകുന്നത്. മന്തിക്ക് 79%, 79 അല്ലേ? 79%. ഇവിടെ ലൈമിന് 84%. അപ്പൊ നമ്മളെ ലഞ്ച് ഫിക്സ് ആയിരിക്കാണ് ഗൈസ്. ഞങ്ങളായിട്ട് സെലക്ട് ചെയ്യാൻ എന്തായാലും മന്തി അല്ല ബിരിയാണി ആയിരിക്കും. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് മന്തി കഴിക്കാൻ പോകുന്നത്. അതല്ല, ഞങ്ങളായിട്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ബിരിയാണിയും കട്ടനും വെക്കില്ല. അതെ, മന്തിക്ക് ഇത്രയും ഫാൻസ് ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അറിയില്ലായിരുന്നു. അപ്പൊ ഫാൻസുകളെല്ലാരും പൽമാസയിലോട്ട് വരും. ഇവരും നല്ല കിടിലൻ മന്തി കഴിക്കാനൊക്കെ. അപ്പൊ മന്തി ഓർഡർ ചെയ്യാം. അപ്പൊ ഗൈസ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിതാ മന്തിയും ലൈമും ആയിട്ടാണ് ഗൈസ് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ചൂടുള്ള മന്തിയാണ് ഗൈസ്. ഞാൻ ലെഗ് പീസ് എടുക്കും, അത് പറഞ്ഞുതരാം. നല്ലൊരു ഇവിടെ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചാലഞ്ച് എന്താണെങ്കിലും ഓൻ ഞങ്ങളെ കൂടെ ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് ഓനുള്ള പ്ലേറ്റ് ഇവിടെ സെറ്റ് ആണ്. അപ്പൊ റെഡിയാ വരുന്നത്. ആദ്യം പീസ് ഇട്ടത് എനിക്ക് അവകാശപ്പെട്ട ലെഗ് പീസ്. എപ്പോഴും സല്ലുവിനാണ് ഒരു പ്രാവശ്യം പോക്ക്. പിന്നല്ലാതെ
പറയുന്ന 5 ഒറ്റ കൊടുക്കലുണ്ട്. അതെ, പിന്നെ തന്നെ ചാലഞ്ച് ഞങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ലെഗ് പീസ് ഞാൻ ലെഗ് പീസ് എടുത്തു ഗൈസ്. കുറച്ച് അനക്ക് വേണ്ട വിങ്സിന്റെ ഒരു പീസ് തരാം സല്ലു. നല്ല മയോനൈസ് ഒക്കെ ഇട്ടിട്ട് ലെഗ് കൊണ്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ആദ്യം മയോയിൽ കുത്തുക. അത് അനക്ക് കാണാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് ചിക്കൻ എടുക്കുക, കുറച്ച് ചട്നി എടുക്കുക, നല്ലോണം ആ റൈസിനായിട്ട് ഇങ്ങനെ കുഴയ്ക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇനി മന്തിന്റെ മുകളിൽ കഴിച്ച് കുറച്ച് ലൈമും കൂടെ കുടിക്കാം. അടിപൊളി കോമ്പോ. താങ്ക് യു ഗൈസ്. ഞങ്ങൾക്ക് ഈ മന്തി ലൈം സെലക്ട് ചെയ്തതിന് ഇനി നമുക്ക് മന്തി കഴിച്ചെടുക്കാം ഗൈസ്. ടാസ്ക് നമ്മളൊരു പോൾ ഇട്ടിട്ടുണ്ട്. നല്ല വെറൈറ്റി പോളാണ്. വെറൈറ്റി സാധനങ്ങൾ വേണമെന്ന് കമന്റ്സ് ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട്. പോൾ എന്താണെന്നും ഞങ്ങൾ അറിയില്ല. അപ്പൊ സല്ലുവിന് ഇട്ടതാണ്. അപ്പൊ എന്താ സംഭവം കൃത്യമായിട്ട് മാത്രം പറഞ്ഞിട്ടുള്ളൂ. നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഡേഞ്ചർ ആണെന്നാ പറഞ്ഞത്. പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ലഞ്ച് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം ഗൈസ്? സ്ലീപ്പിംഗ് ഫോർ 1 hour, വാച്ച് TV for 1 hour, പ്ലേ ഗെയിംസ് for 1 hour, നോ സിറ്റിംഗ് for 1 hour. ഇതിലാ സ്ലീപ്പിംഗ് 62%. 6.9K വോട്ട്സിൽ നമുക്ക് വന്നത് സ്ലീപ്പിംഗ് ഫോർ 1 hour ആണ്. നോ സിറ്റിംഗ് വന്നാൽ ഞങ്ങൾ 1 മണിക്കൂർ എന്താ ഗൈസ് ഇങ്ങനെ നോ സിറ്റിംഗ് കൊടുക്കായിരുന്നില്ല? ഒരു വൈബാവട്ടെ. ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതില്ലേ. നോ സിറ്റിംഗ് ഫോർ 1 hour കൊടുക്കൂ ഗൈസ്. എല്ലാരും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അല്ല, സംഭവം ശരിക്കും ഞങ്ങൾ അത് ചെയ്യുമായിരുന്നു. നോ സിറ്റിംഗ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ സ്ലീപ്പിംഗ് അല്ലേ കൊടുത്തത്. അപ്പൊ നിങ്ങൾ പറയുന്നില്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട്. എന്തൊരു കഷ്ട ഇതെന്നൊക്കെ പറയണ്ടേ. എന്ത് കഷ്ട. നല്ലത് കൊടുക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു തീരുമാനം. ഞങ്ങൾ ചെയ്യും. വേണൊരു 15 മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ ഇനി കാത്തുക. ഇനി മാറുണ്ടോ നോക്കണം. വേണേ വെയിറ്റ് ചെയ്യാം. കുറച്ചേരം കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 1 മണിക്കൂർ. ഇപ്പൊ 4:02 4:10 വരെ ഞങ്ങള് അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഉറങ്ങിക്കോളി ഉറങ്ങിക്കോളി. കുറെ പേര് കിടന്നുറങ്ങിക്കൊണ്ട് പാവങ്ങളല്ലേ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും വോട്ട് ഉറക്കത്തിന് വന്നത്. നമുക്ക് എന്തായാലും 15 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. അത് ഓരോരായിട്ട് കണക്ട് ചെയ്തു. മന്തൊക്കെ തിന്നോന്ന് ഉറങ്ങേണ്ടത് റെഡിയായി. അങ്ങനെ ഞങ്ങൾ ആ ഇട്ട പോള് കുറെ നേരം വെയിറ്റ് ചെയ്ത് ഇപ്പൊ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഞങ്ങളോട് 1 മണിക്കൂർ കിടന്നുറങ്ങാൻ വേണ്ടിട്ടാ പറയുന്നത്. 63% പേര് നമ്മളോട് കിടന്നുറങ്ങാൻ 1 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്. 12,000 വോട്ട്സ് എന്നാണ് 63% പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ പറയുന്നല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ശരി. പക്ഷെ അല്ലല്ല, കമന്റ്സിൽ കുറെ അടി നടക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് പണി എടുത്തൂടെ, ഇരിക്കണ്ടെന്ന് പറഞ്ഞൂടെ ഒക്കെ. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിപ്പോയി. അപ്പൊ എന്തായാലും ഞങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകും. ഗൈസ് 5:45 1.25 മണിക്കൂറായി ഇവരെ കിടന്നുറങ്ങുന്നത്. വിളിച്ചിട്ട് എണീക്കുന്നില്ല. ഷാമി, ശ്രീ എണീക്കണം. 1 മണിക്കൂർ പറഞ്ഞിട്ട് 1.25 മണിക്കൂർ ഉറങ്ങി. ഉറങ്ങി എണീച്ച് വന്നു. ബാക്കിയുള്ളവരൊക്കെ വഴിയേ വരണുള്ളൂ. ഞാൻ ഉറങ്ങി എണീച്ച്. നല്ല ഉറക്കമായിരുന്നു സത്യം പറഞ്ഞാൽ. എത്ര നേരം ഉറങ്ങി സല്ലോ? 1.25 മണിക്കൂറിന് മുകളിൽ ഉറങ്ങി. ഇപ്പൊ ഇരുടായി തുടങ്ങി. സമയം എത്രയും സമയം 6:15. 6:10 ആവാൻ. 6:10 എന്തോ ആവാൻ. എന്റെ അടുത്ത പോളിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉറക്കമൊക്കെ എണീറ്റ് വന്ന് ഗൈസ് 1 മണിക്കൂർ 1.25 മണിക്കൂർ ഉറങ്ങിയില്ല നമ്മള്. 1.25 മണിക്കൂർ കൃത്യം ഉറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. നല്ല സുഖമായിട്ട് ഉറങ്ങി ഗൈസ്. ഇത്രയും നേരം ഞങ്ങൾക്ക് നിങ്ങൾ ഒരു പണിയും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു ദിവസം. നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഡ്രിങ്ക് കുടിച്ച് കിടന്നുറങ്ങി നല്ല റിലാക്സ് ആയി എണീച്ചു. ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാനും കുറെ സമയം ഒരു ദിവസം പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയുള്ള സമയം എന്ന് പറയുന്നത് സ്നാക്സിന്റെ ടൈമാണ്. അപ്പൊ ഞങ്ങൾ എന്ത് സ്നാക്സ് ആണ് ഉണ്ടാക്കി കഴിക്കേണ്ടതെന്നുള്ളതിന് പോളാണ് ഇടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഴംപൊരി ഉണ്ട്, ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്, ഒണിയൻ പക്കോട ഉണ്ട്, കായ്പോള ഉണ്ട്. ഇതിൽ എനിക്ക് പേഴ്സണലി താല്പര്യം കായ്പോളയാണ്. പിന്നെ പഴംപൊരി. അതെ, ഇതിലേതായാലും ഓക്കെയാണ് ഗൈസ്.
പിന്നെ ഈ കായ്പോളി പഴംപൊരി ആയിക്കോട്ടെ എന്തായാലും കഴിക്കല്ലേ. അപ്പൊ നമ്മൾ ഓക്കെയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് പോസ്റ്റ് ഇട്ടാലോ? പോസ്റ്റ് ഇപ്പൊ ഇട്ടിട്ടുള്ള കഴിച്ച് എന്തായി നോക്കി നോക്കാം. 59 സെക്കൻഡ് കായ്പോളയ്ക്ക് വോട്ട് ചെയ്യണേ. ഒരുപാട് ഫാൻസ് ഉണ്ട്. അത് കുഴപ്പമില്ല, കായ്പോളാണെങ്കിലും പഴംപൊരി ആണെങ്കിലും ഓക്കെ ആയിരുന്നു. പിന്നെ ബ്രെഡ് ഓംലേറ്റ് ആണ് സെക്കൻഡ് സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷെ അത് കേറും എനിക്ക് തോന്നുന്നില്ല. 64 എന്താണ് 19 ആണ്. നല്ല ഡിഫറൻസ് ഉണ്ട് ഇതുവരെയുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡുകള്, ഒതന്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കറക്റ്റ്. രാവിലെ പുട്ടും കുടലും കഴിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ മന്തി നല്ല ലൈം ജ്യൂസ് പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് പഴംപൊരി പറഞ്ഞ് നല്ല സമാധാനത്തിൽ ഇന്നത്തെ ദിവസങ്ങൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുള്ള രീതിയിലാണ്. കുറെ പേർക്ക് അത് ഇഷ്ടമില്ല, കമന്റ്സ് പറയുന്നുണ്ട്. ചാലഞ്ച് രസം ശരിക്കും എന്താ നോ സിറ്റിംഗ് ഒക്കെ ആയാലല്ലേ എന്നൊക്കെ അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്. അത് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. നമുക്ക് അടുത്ത പാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഇതായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിലുണ്ടാവും. അപ്പൊ അത് ചെയ്യാം. ഗൈസ്, നമ്മള് പോൾ ഇട്ടിട്ട് കുറച്ചധികം നേരമായി. അപ്പൊ ആദ്യം നമുക്ക് പഴംപൊരി ആയിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും പഴംപൊരി തന്നെ 76% ലീഡ് ചെയ്തിരിക്കുകയാണ്. പഴംപൊരി ജയിച്ചിരിക്കുകയാണ്. കായ്പോളക്ക് 5% ഉള്ളൂ, വളരെ കുറഞ്ഞു പോയി. വളരെ കുറവാണ്. പിന്നെ അതിന്റെ കൂടുതൽ ഡ്രിങ്ക് എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നു? ഞാൻ പോള് കണ്ട് അതുകൊണ്ട് ചോദിക്കാം. ബബിൾ ടീ നല്ല അടിപൊളി കോമ്പിനേഷനോ. പഴംപൊരി ബബിൾ ടീ 85% കേട്ടോ ഇത് പോള് വന്നിട്ടുള്ളത്. നമുക്ക് പുതിയൊരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാം. ബബിൾ ടീയും പഴംപൊരിയും. ആരാ പഴംപൊരി ഉണ്ടാക്കുന്നേ? പഴംപൊരി വേണ്ട, നമ്മ പോളിടാം. അങ്ങനെ ആര് പഴംപൊരി ഉണ്ടാക്കുന്ന ചോദ്യത്തിനൊടുവിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പഴംപൊരി വിജയിച്ചിരിക്കുന്നു. പക്ഷേ ആരുണ്ടാക്കണം? ഷാമി, അഞ്ജി, ശ്രീ. അങ്ങനെ നമുക്ക് എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു ഒത്തൊരുമയില് ഇനി നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വർഷം ശാസ്ത്രീക്ക് വോട്ടേ. ശരി 155 വോട്ട് പോയി 5 മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പഴംപൊരി ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാരും ഉണ്ടാക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് അറിയാം എന്താന്നുള്ളത്. എന്തായാലും ഇപ്പൊ 7:10 നമുക്ക് ഇത് കൺഫേം ചെയ്യാം. ഷാമി, അഞ്ജി, ശ്രീ എല്ലാരും ചിരിച്ചിരിക്കുന്നു. നമ്മള് പോൾ ഇട്ടിട്ട് 5 മിനിറ്റ് ആയി. എന്താണ് അവസ്ഥ നമുക്ക് നോക്കി നോക്കട്ടോ. ഇനി വല്ലതും തിരിഞ്ഞോന്ന് അറിയില്ല. ആദ്യം 5 ചെയ്യുന്നു. അതെ, 50% 5 ലീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. 2100 വോട്ട് കൂടുതൽ വന്നത്. അതെ, മൊത്തത്തിൽ വന്നത് അതിൽ 80% അഞ്ജി ഉണ്ട്. ശ്രീക്ക് 7%, ഷാമിക്ക് 13%. ഞാൻ പണിയെടുക്കണം എന്നാണ് എല്ലാരും പറയുന്നത് കേട്ടോ. നമുക്ക് കമന്റ്സ് വായിച്ചോക്കാം. 5ക്ക് വോട്ട് ചെയ്തവർ ലൈക്ക് ചെയ്യ്. ശ്രീ ഷാമി 5 കൂടുതൽ. ഷാമി കൊറേ 5 ഉണ്ടാക്കിയാ മതി. 5ക്ക് പണി കിട്ടി. 5 ഉണ്ടാക്കണം. ഇനിയിപ്പോ അതിൽ കൂടുതൽ നോക്കിയിരിക്കണം തോന്നില്ല. പഴംപൊരിന്റെ ബാറ്റർ റെഡി അതാണ് നല്ലത്. അപ്പൊ നമുക്ക് പഴംപൊരി റെഡി ആയി. പഴംപൊരി ഉണ്ടാക്കുന്നതിനിടയിൽ നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഓൾറെഡി ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നോണ്ട് എന്നെ ഇല്ലാടാൻ പാടില്ല. ഇവർ രണ്ടുപേരും അതൊക്കെ അല്ലേ സെറ്റ്. പോളി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, ആണോ? വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ വീട് ആര് വൃത്തിയാക്കണം? അടിച്ചു വാരി തുടയ്ക്കാം. വീട് ആര് വൃത്തിയാക്കണം? അതിന് ഉമ്മ അടിച്ചു വാരി തുടയ്ക്കാനേ ഉള്ളൂ. ഓക്കെ, ഷാമി ഓർ ശ്രീ. ഓക്കെ, അത് ശ്രീനെ വരാൻ ഞാൻ സാധ്യത എനിക്ക് നല്ല പോസിബിലിറ്റി തോന്നുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ പറയുന്നത് അപ്പൊ ഇവര് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ. ഞാൻ പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. ബൈ ഗൈസ്. ഞാനിതാ പഴംപൊരിന്റെ ബാറ്റർ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പഴം കുറിച്ചോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പോളിടാം. അതിനോട് നല്ല സന്തോഷമുണ്ട്. ഒരാള് മാത്രമല്ലല്ലോ പണിയെടുക്കുന്നത്. അതെ, വീട് വൃത്തിയാക്കിയിട്ടില്ല. ആര് വൃത്തിയാക്കണം? 5 പഴംപൊരി ഉണ്ടാക്കാൻ പോയി, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, വീടാണ് തുടയ്ക്കണം അങ്ങനല്ലേ നല്ല തുടക്കലും നല്ല വൃത്തിയാക്കലാണ്. പിന്നെ അപ്പൊ എനിക്കാണ് കിട്ടുന്നത്. അപ്പൊ ശ്രീക്ക് എന്താ പണി? രാജമാതൃയോട് പ്രിൻസസ് ട്രീറ്റ്മെന്റ് ഇരിക്കും. എനിക്കൊന്നും മക്കളെ കിട്ടുന്ന അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് പോളിടാം. ശ്രീ, ഷാമി. ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തൊട്ട് നോക്കിയാൽ മതി. അതുവരെ നോക്കരുത്. 10 മിനിറ്റ് 10 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് 5 ഓൾറെഡി കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ 5 പഴംപൊരി ഉണ്ടാക്കാൻ നിങ്ങൾ വിട്ട്. അപ്പൊ ഞാൻ വൃത്തിയാക്കുന്ന കാര്യങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങളുടെ ചിലപ്പോ വൃത്തിയാക്കും. ചിലപ്പോ ഇവിടെ അങ്ങനെ വൃത്തിയാക്കുന്ന അധികം കാണാത്തോണ്ട് ശ്രീനെ പറഞ്ഞാലോ. ഇത് പഞ്ചാബി ഹൗസിലുള്ള പോലെയോ? അതെ അതെ, അതുപോലെ നീ നല്ല വൃത്തിയാക്കുന്നല്ലേ. നീ ഫോൺ
ഓഫ് ആക്കി വെച്ചോ. ആക്കി, ആ. നമുക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് 10 മിനിറ്റ്. അമ്മ പിന്നെ സല്ലൂന്റെ അടുത്ത് കൊടുത്തേ. ഇപ്പൊ സമയം 7:27 ഗൈസ്. അപ്പൊ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ആരാണെങ്കിലും പഴംപൊരി ഇതാ ഏകദേശം റെഡിയാവും. ഞാൻ ആക്കട്ടെ, പഴംപൊരി റെഡി ആക്കട്ടെ. ഓ ആക്കിക്കോളൂ. പഴംപൊരിയും ബോബട്ടിയും വല്ലാത്തൊരു കോമ്പിനേഷൻ. വല്ലാത്ത കോമ്പിനേഷൻ. ഞാൻ ഗ്യാസ് ഒക്കെ കത്തിച്ചേരാം കേട്ടോ. അത് ബുദ്ധിമുട്ടൊന്നുമില്ലേ? വളരെ ഉപകാരം. ഇതിലാവുമല്ലോ അല്ലേ? ഗ്യാസ് തീർന്നു. അയ്യോ. അല്ല ഈ പാത്രം തന്നെ വെച്ചാലോ? അത് മതി അത് മതി. അങ്ങനെ നമ്മൾ 10 മിനിറ്റിന് ശേഷം റിസൾട്ട് അറിയാൻ വേണ്ടി ഞാൻ നോക്കാം. എല്ലാരും റെഡി വേണ്ട? ഞാൻ നോക്കാം. പഴംപൊരി കരിഞ്ഞാലും വേണ്ടിയില്ല. പോസ്റ്റ് പോസ്റ്റ് നോക്കട്ടെ. ആരെങ്കിലും ഞാൻ ഞാൻ നോക്കട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞ ഷാമിന്ന് എടുക്കുകയാണേ. ശ്രീ 76% ശ്രീയാണ് guys. ശ്രീ 76%, ഷാമി 24%. കമന്റ്സ് നമുക്ക് നോക്കാം. ശ്രീനെ ചെയ്തവരുണ്ടോ? ശ്രീ 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 ഷാമി ചേച്ചി, ശ്രീ ഷാമി ഷാമി ഫുള്ള് ശ്രീ ആട്ടോ. ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇതേമാതിരി പണികൾ മാത്രം പോളിടുക, അപ്പൊ എന്തായാലും പണി കിട്ടുന്നു. അടുത്ത പ്രാവശ്യം നമുക്ക് ഫുൾ പണികളാക്കി കളകെ. ഇത്തവണ എന്തായാലും നമ്മൾ ഏതോ യൂസ് ചെയ്യാൻ ഇനി ശ്രീ ആയിക്കോളെ. എനിക്ക് നാളെ വൃത്തിയാക്കണ്ട. ഞാൻ വൃത്തിയാക്കിക്കോ. എന്നാ പഴംപൊരി ആവുമ്പോഴേക്ക് ഇതൊക്കെ പണിയൊക്കെ കഴിയും. ശ്രീ അടിച്ചു വാരിയതാണ് ഓൾറെഡി. ഇനിയിപ്പോ തുടയ്ക്കാനാണത്. ഒന്ന് വീട് മൊത്തം നന്നായി എവിടെ തുടങ്ങിക്കോട്ടെ. എങ്ങനെയൊക്കെ വൃത്തിയാക്കണത്. ആ അതെ അതെ. ഇവിടുന്നാ തുടങ്ങാം. എന്നിട്ട് അവിടെ അവസാനിക്കാം. ആ റൂം ഇന്റർവ്യൂ കൂടെ ഉണ്ട്. ഞാൻ കുറച്ച് ഡെറ്റോൾ എടുത്തിട്ട് വരാം. ഡെറ്റോൾ ആവാം. കുറച്ച് ജേംസ് ഒക്കെ തെറ്റോളാം. 99.99% ജേംസിനെ കൊല്ലുന്ന ഡെറ്റോൾ. ഇവിടെ ഷാമിക്ക് ഇന്ന് പ്രിൻസസ് ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. ഞാൻ പഴംപൊരി ഉണ്ടാക്കും, ഇവള് തുടക്കും. ഇവള് അവിടെ കാലുമ്പോ കാല് കയറ്റി വെച്ചിരിക്കും. പഴംപൊരി കരിഞ്ഞു പോയി നോക്ക്. ഇല്ല, ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് മറച്ചിട്ട് വന്നു. ഫസ്റ്റത്തെ ട്രിപ്പ് കരിഞ്ഞു പോയിട്ടോ. അത് ഞാൻ ഇവരെ പോൾ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് അക്ഷമയായിട്ട് ഇരുന്നതുകൊണ്ട് ഫസ്റ്റത്തെ കുറച്ച് കരിഞ്ഞു. തുടക്കി അതെ. പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞോ? പഴംപൊരി അടുപ്പത്താ. കരിഞ്ഞു പോലെ ഇല്ല, പോയി നോക്കൂടെ? ഒരു ആത്മാർത്ഥത കുറവുണ്ടോ? അതെ. ഹായ് പ്രിൻസസ് ട്രീറ്റ്മെന്റ്. ഇവിടെ തുറച്ചിട്ട് കൂടെ പോയി ശരിയാവില്ല. ഇപ്പഴത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഇവിടെ വേണം തുടങ്ങാൻ. എങ്ങനെയുണ്ട് പ്രിൻസസ് ട്രീറ്റ്മെന്റ്? കറിയുടെ തിന്നാനൊന്നും കിട്ടാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് അതില് ബുദ്ധിമുട്ടുണ്ട്. തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ചെല്ലു ഒരു പഴംപൊരി എടുത്തു കൊടുത്തേ. എങ്ങനെയുണ്ട് ശ്രീ? വീട് മൊത്തം തുടച്ചപ്പോ നല്ല സുഖല്ലേ? ഒരു വാമപ്പായില്ലേ? ഇതുവരെ നല്ല സുഖല്ലേ? നല്ല സുഖമായിരുന്നു. ഇപ്പൊ വൈകുന്നേരത്തിന് എങ്ങോട്ട് പണി കിട്ടാൻ തുടങ്ങി. സാധാരണ രാവിലെയാണ് എല്ലാരും വീട് തുറക്കാറുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം രാത്രി പോയി കഴിക്കാൻ വല്ലതും തരുമോ? പഴംപൊരി ഇതുവരെ ആയില്ലേ? ഞാൻ ഈ വീട് മൊത്തം തുറച്ചു കഴിഞ്ഞു. കൊറേ നേരം ആയല്ലോ പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു പാത്രത്തിലല്ലേ ഉണ്ടാക്കും. നിങ്ങൾക്ക് 1-2 പഴംപൊരി മതിയോ? പോരാ. അവിടെ ഒരു ലോഡ് പഴംപൊരി. നല്ല മഴ ഇങ്ങനെ വരുന്നുണ്ട് കേൾക്കാം. പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നല്ല പഴംപൊരി ബോബാട്ടിയും ഒരു കോമ്പിനേഷൻ നമുക്ക് എന്താവും. അതെ, ഉണ്ടാക്കി നോക്കാം എന്താവും. കറണ്ട് പോയതിന്റെ ഇടയിൽ നല്ല മഴ കറണ്ട് പോകും. എന്താ പഴംപൊരി ആയി കഴിഞ്ഞോ? ഫുൾ കഴിഞ്ഞു. പൊരിഞ്ഞ മഴയാണ് പുറത്ത്. പഴംപൊരി കാര്യം കഴിഞ്ഞു.
കഴിച്ച് ഇനി നമുക്ക് നല്ല മഴയത്ത് നല്ല ചൂട് പഴംപൊരി നല്ല തണുത്ത ബോബട്ടി നല്ല രസമുണ്ട്. സാറേ നല്ല ഇടിമിന്നലുണ്ട്. നല്ല മഴയത്ത് കഴിച്ച് നമ്മൾ ഈവനിങ് സ്നാക്ക് കഴിക്കാൻ പോകണം. പക്ഷെ സമയം 8 മണിയാകുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ, അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈവനിങ് സ്നാക്ക് പഴംപൊരി ആയിരുന്നു. ആ പഴംപൊരി എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയത് അവിടെ ഫുൾ ഒരു പാത്രം നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ ബോബാട്ടിയാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. ഇതാ അതിന്റെ കൂടെ ബോബാട്ടിയും ഉണ്ട് guys. നല്ല കിടിലൻ കോമ്പിനേഷൻ ആണ്. എന്താവും നമ്മളെ ആദ്യം ബോബട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയാട്ടോ. നല്ല ടേസ്റ്റ് കിട്ടില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നല്ല ഡയറി മിൽക്ക് ഒക്കെ ഇങ്ങനെ ചോക്ലേറ്റ് ഷേക്ക് പോലെ. ചോക്ലേറ്റ് ഷേക്ക് പോലെ. കൊള്ളാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാവും. നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ചാലഞ്ചിൽ ഇങ്ങനെ ഇതും പിടിച്ചോണ്ട് ശരിക്കും നല്ല രസമല്ലേ ഈ ഇട്ടത്തിരുന്ന് ഇങ്ങനെ സ്നാക്ക് ഒക്കെ കഴിക്കുന്നത്. അയ്യോ റെഡി കിട്ടും. നല്ല റെഡി ആയിട്ടോ. നല്ല കിടിലൻ പഴംപൊരി. അപ്പൊ നിങ്ങളെ പറഞ്ഞ പഴംപൊരിയും ബോബാട്ടിയും ഈവനിങ് സ്നാക്ക് നിങ്ങൾ കഴിക്കാനല്ലേ. താങ്ക് യു. ആ ബോളാണ് കളിക്കുന്നത് രസമാണ്. ക്യൂട്ടായി തോന്നുന്നു. പ്രഥം പറഞ്ഞല്ലോ. ഞാൻ ഈ ക്രഞ്ചി പഴംപൊരിയാണ് ഇഷ്ടം. നല്ല ടേസ്റ്റ് ഉള്ളൂ. അങ്ങനെ guys, നമ്മളെ ചാലഞ്ചിന്റെ ഇവിടെ തീർന്നിരിക്കാണ്. നമ്മൾ തീർന്നു എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ 7:30 ഈ ചാലഞ്ച് തീരുന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ തീരുമ്പോ 8:30. അതെ, പിന്നെ നമ്മൾ 9:00 തുടങ്ങുന്നത് 10 മണിക്ക് തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ 8:30ക്കാണ് നമ്മളെ ചാലഞ്ച് തീർന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ ഇട്ട പോളുകൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, 68,000 ആൾക്കാരാണ് ഈ ഒരു ഒറ്റ പോളിന് തന്നെ വോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നത്തെ നമ്മളെ ചാലഞ്ച് എന്ന് പറയുന്നത് 68,000-ന് മുകളിലുള്ള ആൾക്കാർ നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നല്ല നല്ല സമയങ്ങൾ തന്നിട്ടുണ്ട്. കുറച്ച് ഉറങ്ങാൻ പറഞ്ഞു, നല്ല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അതിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ സെക്കൻഡ് പാർട്ടില് ഫുൾ പണികളായിരിക്കും ഞാൻ ഓപ്ഷൻസ് കൊടുക്കാൻ പോകുന്നത്. ഏത് പണിയാണ് യൂസ് ചെയ്യേണ്ടി വരും? സെക്കൻഡ് പാർട്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും guys. നമുക്ക് നിങ്ങൾക്കും ഞങ്ങൾക്കും ഫ്രീ ഉള്ള ഒരു ദിവസം നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതെ, പിന്നെ കുറെ പേർക്ക് കമന്റ്സ് ഉണ്ട് കുറച്ചും കൂടെ പണി കൊടുക്കായിരുന്നു. അതൊക്കെ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ തീർക്കുന്നതായിരിക്കും. നമ്മൾ പണികൾ വാങ്ങാൻ വേണ്ടിട്ട് തയ്യാറാണ്. ഇന്നത്തെ ദിവസം മൊത്തം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഫീൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു guys. അപ്പൊ എല്ലാവരോടും താങ്ക് യു. അപ്പൊ guys, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യാ. പിന്നെ ഈ എന്താ പറയാ നമ്മളെ ഈ ചാലഞ്ചിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും കമന്റ് ബോക്സിൽ പറയുകയും ചെയ്യാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya, this is Sanjita. signing off.